ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംലാൻസസ് വ്ലോഗ്. അപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നു. രാവിലത്തെ പതിവ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും ബസ്സിൽ കയറ്റിയിടാൻ വേണ്ടിയിട്ട് റോഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ബസ് മന്ദം വരുന്നുണ്ട്. ഒരു കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ബസ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവർ പോയി. പതിവ് പോലെ തന്നെ ഞാൻ നമ്മുടെ പെരയിടത്തിലോട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടാട്ടോ എന്നും വീട്ടിലോട്ട് പോകുന്നത്. ചില ദിവസങ്ങളിൽ ഞാനങ്ങ് മറന്നു പോകും. ഇന്നെന്തായാലും ബീഫ് കറി വെക്കാനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം. ഇവിടെ അത്യാവശ്യം കുറച്ച് കറിവേപ്പില തൈകളായിട്ടാണ് കേട്ടോ, ഒത്തിരി വളർന്നിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും. ഒരുപാട് തൈകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കുറേ വാഴയും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു. പിന്നെ ഇവിടെ ഒരു വേപ്പ് നട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒടിഞ്ഞ് കിടക്കുവാണേ. ഒടിഞ്ഞെന്ന് വെച്ചാൽ ചാഞ്ഞ് കിടക്കുന്നു. നേരെയാക്കി നിർത്തണം. ഉണക്ക സമയത്ത് നട്ടതാണ് കേട്ടോ നമ്മൾ ഈ മുളകൊക്കെ. അന്ന് റൈഹുവിൻ്റെ ട്രിക്കാണ് വെള്ളം എന്നും കൊണ്ടൊഴിക്കാതിരിക്കാൻ വേണ്ടി കുപ്പിയൊക്കെ വെച്ചത്. അതൊക്കെ പോയി. കുറേ ആയിട്ട് ഈ മാതളം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണേ. കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ വരും, അതിങ്ങനെ കൊഴിഞ്ഞു പോകും. വീണ്ടും ഇതിൽ ഒരു 4 മൊട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട്. കായായി കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. റൈഹു നട്ടതാണേ. അപ്പോൾ ഇത്രയായി നിൽക്കുന്നുണ്ട്, നോക്കാം. അപ്പം ഞാൻ പതുക്കെ നടന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇനിയും കുറേ ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും മുറ്റം വൃത്തിയാക്കലാണ് കിടക്കുന്നത്. ഈ ഒരു തെങ്ങ് കണ്ടോ, ഒരുപാട് തേങ്ങ കിട്ടിയിട്ടുള്ളൊരു തെങ്ങാണ് കേട്ടോ. അപ്പം അത് വീട്ടിലോട്ട് ചാഞ്ഞ് നിന്നുകൊണ്ട് മുറിച്ചു. എൻ്റെ കുറ്റി ഈ ഒരു ഭാഗത്ത് ഇരുന്നതാണ് കേട്ടോ. മണ്ണൊക്കെ മാറ്റി അതിനെ പുറത്തെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കാൻ ഇത്രയേ ഏരിയ കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇടിച്ച് നിരത്തി ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്കി കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇൻ്റർലോക്ക് ഇടാത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. മഴ പെയ്തത് ഇതേപോലെ മൊത്തത്തിൽ തൊളിയാവും കേട്ടോ. അപ്പോൾ ഇനി പതുക്കെ ഞാൻ വീട്ടിലോട്ട് പ്രവേശിക്കട്ടെ. കതക് ചാരിയിട്ട് പോയതാട്ടോ. വന്നപ്പോൾ തുറന്ന് കിടക്കുമായിരുന്നു, കാറ്റുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. സ്വസ്ഥമായിട്ടുണ്ട്. അതായത് രാവിലത്തെ ഓട്ടപ്പാച്ചിലും ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി സ്വസ്ഥമായിട്ട് നമുക്ക് കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്. രാവിലെ തന്നെ സ്കൂളുള്ള ദിവസം എൻ്റെ കുറേ ജോലികളങ്ങ് ഒതുങ്ങും കേട്ടോ. ചോറ് വെച്ചു, പരിപ്പ് വെച്ചു. ഇനി എനിക്കൊന്ന് ബീഫ് കറി വെക്കാനുണ്ട്. അതാണ് ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത്. ബീഫ് കറി വെക്കലാണ്. തൂത്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കള ഒന്ന് ഒതുക്കി പറക്കണം. ഇത്രയും സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഒതുക്കിയിട്ടേക്കുവാണ്. ഇന്നിവിടെ പുട്ടായിരുന്നേ. വീഡിയോ എടുക്കുന്ന മിക്ക ദിവസം പുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് പുട്ടായിരുന്നു. പുട്ടും പഴവും പിള്ളേർക്കും, പുട്ടും പരിപ്പ് കറിയും ഇക്കാക്കുമായിരുന്നു കേട്ടോ. ഇക്ക ഇങ്ങനെയുള്ള കോമ്പിനേഷനിലൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൾ ഓക്കെയാണ്. പുട്ടും പരിപ്പ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഒന്നുകിൽ പുട്ടും പഴം, പുട്ടും പപ്പടം, പഞ്ചസാര, മുട്ട, ആ ഒരു കോമ്പിനേഷനൊക്കെ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇക്കയുടെ വാപ്പാക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ വാപ്പാക്കുള്ള പുട്ടും കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ എനിക്കുള്ളത് ഞാൻ ഇനി ഒന്നേന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അരിപ്പുട്ടായിരുന്നു, എനിക്ക് ഗോതമ്പ് പുട്ട് മതി, ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന്. ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അല്ലേത് ചോദിക്കരുത്. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്ത് ശരിയാവാഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പുട്ട് നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അത് ഞാൻ ജസ്റ്റ് പാപ്പാടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാപ്പാക്കും പരിപ്പ് തന്നെയാട്ടോ ഒഴിക്കുന്നത്. ഇവിടെ ഇക്കാക്കും വാപ്പാക്കും റൈഹൂനും കറി വേണം പുട്ടിന്. അതിപ്പോൾ ഏത് കറിയാണെങ്കിലും അവർ കഴിച്ചോളും. ഇതെന്ന് പറയുന്നത് നമ്മളെ ഡാല് പരിപ്പില്ലേ, അത് വെച്ചിട്ടുള്ളതാണേ. സാധാരണ ഞാൻ ഡാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ചോറിനും കൂടെ വേണ്ടിയിട്ട് അതിനെങ്ങ് പരിപ്പാക്കി ജസ്റ്റ് നമ്മുടെ കറി മസാല ഒഴിവാക്കി, അത്രേ ഉള്ളൂ സംഭവം. അല്ലെങ്കിൽ ഞാൻ കാപ്പിക്കാവുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറി മസാലയും കൂടെ ഇടും. ഇത് കറി മസാലയും ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ബ്ലാക്ക് ടീ കൂടി കൊടുക്കട്ടെ. പാപ്പാക്ക് വിറയിലുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കപ്പിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും വയറ്റി പോവില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ കപ്പ് കേട്ടോ. അപ്പം ഞാൻ കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ സെറ്റ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓടിവായോ, ഒരു ഗ്ലാസും കൂടി എടുത്തോ കേട്ടോ. നമുക്ക് അളന്ന് വേണം പുട്ടിൻ്റെ പൊടിയും വെള്ളവും എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അളക്കൊന്നും വേണ്ട. പക്ഷേ എനിക്ക് അളക്കണം കേട്ടോ. അളക്കാണ്ട് എന്നെ കൊണ്ട് പറ്റൂല. അപ്പം നമുക്ക് അളന്ന് എടുക്കാം. അളവ് ഗ്ലാസ് ഇതാ കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. അപ്പം നമുക്ക് ഇതിൽ എനിക്കൊരാൾക്ക് മതിയല്ലോ. അപ്പം ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് മാവും അങ്ങനെയാണ് എടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാം, അടുപ്പിൽ വയ്ക്കാം. കത്തിക്കണ്ട, മാവും കൂടെ എടുത്തിട്ട് കത്തിക്കാം.
1 ഗ്ലാസ് മാവ്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് മാവ്. 1 ഗ്ലാസ് മാവ്, 1/2 ഗ്ലാസ് വെള്ളം. എനിക്ക് തോന്നുന്നു ആ ഒരു മാവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാറാനാണ് ചാൻസ്. ഞാൻ ഉപയോഗിക്കുന്ന പൊടിക്ക് ഇത് കറക്റ്റാട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. വെള്ളം നമുക്ക് ചൂടാക്കാം. ഭയങ്കര ഓവർ ചൂടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഒന്ന് ചൂടായാൽ മതിയേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ആ വെള്ളത്തിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടായേ. ചെറുതായിട്ട് മീൻസ് അതിൽ നിന്നിങ്ങനെ ചെറിയ കുമ്പളാൾ വരുന്നുണ്ട്. അപ്പം തീ നമുക്ക് നല്ലോണം കുറച്ച് വെക്കാം. ചിലപ്പോൾ ഇതെല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും കേട്ടോ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. എന്നിട്ട് ഈ 1 ഗ്ലാസ് മാവ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമ്മളിങ്ങനെ കൈയിട്ട് ഓരോ കട്ട ഉടച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എങ്ങാനും ഇച്ചിരി കട്ടയായി പോയി നിങ്ങൾക്ക് തോന്നിയാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുക്കില്ലേ, ഒരു 1-2 വട്ടം ഇങ്ങനെ ബാക്കോട്ട് ആക്കിയിട്ട്, അതായത് മിക്സി നമ്മൾ ഇങ്ങോട്ടാക്കാതെ തിരിച്ചിങ്ങനെ, അതിന് പേരെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, തിരിച്ചിങ്ങനെ കറക്കത്തില്ലേ, ആ ഒരു സംഭവം ചെയ്താൽ മതി. അപ്പം നല്ല പൊടിയായിട്ട് കിട്ടും. ഇതിപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടാണ് കിട്ടിയേക്കുന്നത്. ഗോതമ്പ് പുട്ടാണോ, അത്യാവശ്യം തേങ്ങ ഇടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയ്ക്ക് നമുക്ക് ഒരുപാടൊന്നും ഇടാൻ പറ്റൂല, എന്നാലും നമുക്ക് കുറച്ച് തേങ്ങ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറ്റിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കൂല, മൊത്തത്തിലിട്ട് വിരകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് പുട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. വെള്ളത്തിൻ്റെ അളവ് ആദ്യം ഈ പറഞ്ഞ കണക്ക് ഇരട്ടി എടുത്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് മാവ് എടുത്തിട്ട് ഇപ്പം 1/2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് മാവും എടുത്തിട്ട് ചെയ്ത് നോക്ക്, കറക്റ്റ് ആവില്ലെന്ന്. അപ്പം നമുക്ക് അറിയാം എത്ര വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം എന്നുള്ള കാര്യം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് മാറ്റി തിരിച്ചൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഇക്കയുടെ മാമിയാണ് കേട്ടോ. തൊട്ട് മുകളിലത്തെ വീട്ടിലെ, എനിക്കൊന്ന് കഴിഞ്ഞ പെരുന്നാളിനാണെന്ന് തോന്നുന്നു, കൊച്ചു പെരുന്നാളിന്. ആ സമയത്ത് ഇക്കയുടെ അനിയത്തിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പുട്ട വയ്ക്കാനായിട്ട് തീരുമാനമെടുത്ത സമയത്താണ് കുഞ്ഞുമ്മ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഗോതമ്പ് പുട്ട് ഞാൻ എത്ര നനച്ചാലും ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പം കുഞ്ഞുമ്മ നനച്ചുതരാമെന്ന് പറഞ്ഞപ്പം ഈസി ആയിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന മാവ്, കുഞ്ഞുമ്മക്കൊരു കൈക്കണക്കാണ് കേട്ടോ വെള്ളമൊക്കെ, ഇങ്ങനെ അളന്നൊന്നും അല്ല എടുക്കുന്നത്. കുറച്ച് വെള്ളം വെച്ചു, വിത്തിൻ സെക്കൻഡ്സ് എനിക്കത് ഇതാക്കി തന്നു. പുട്ട് കഴിച്ചപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല കിടിലം പുട്ട്. നമുക്ക് യാതൊരു വിധ പണിയില്ല, കുറേ നേരം ഇങ്ങനെയിട്ട് വിരകി നിൽക്കേണ്ട ആവശ്യമില്ല, കട്ട പിടിക്കുന്നുമില്ല. അപ്പം ഞാനതുപോലെ കുറച്ച് വെള്ളം എടുത്ത് ചെയ്ത് നോക്കി, കുളമായിപ്പോയി, കൊഴുക്കട്ടയായിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ചപ്പാത്തിയുടെ പരുവത്തിന് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വെള്ളം അളന്ന് വെച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റ് ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നത്. അത് പക്ക പെർഫെക്റ്റ് ആണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാവിനനുസരിച്ചിട്ട് ചിലപ്പോൾ മാറുമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആയിട്ട് ചെയ്യട്ടോ. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെർഫെക്റ്റ് ആണ്, അടിപൊളി പുട്ട് കിട്ടും, ഞാൻ ഗ്യാരണ്ടി. ഇനി നിങ്ങൾ ചെയ്ത് നോക്കി വെള്ളത്തിൻ്റെ അളവ് മിസ്റ്റേക്ക് വന്നിട്ട് എന്നെ പറയരുത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി പുട്ടവിച്ചെടുക്കാം. ഓൾറെഡി ഞാൻ പുട്ടുകുറ്റി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പുട്ട്, പഞ്ചസാര, പപ്പടം വിത്ത് 1 മുട്ട, അതാണ് കോമ്പിനേഷൻ. പാപ്പാക്ക് പുട്ടവിച്ച കുറ്റിയാണ് ഇത്. ഞാൻ കഴുകാൻ നിൽക്കുന്നില്ല. അതിൽ കുറച്ച് നമ്മുടെ വൈറ്റ് കളർ പുട്ടിൻ്റെ പാർട്സ് ഉണ്ട്, കുഴപ്പമില്ല. പുട്ടുകുറ്റി കഴുകാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. പുട്ടുകുറ്റി, അതുപോലെ നമ്മുടെ കുക്കറില്ലേ, ആ ഐറ്റംസ് ഒക്കെ കഴുകിയെടുക്കാന്ന് പറയുന്നത് ഇച്ചിരി വിഷമം പിടിച്ച പരിപാടിയാണ് എനിക്ക്. നമുക്ക് ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ കഴുകാൻ ഇഷ്ടമുള്ള പാത്രങ്ങൾ, കഴുകാൻ ഇഷ്ടമില്ലാത്ത പാത്രങ്ങൾ, അങ്ങനെ 2 ടൈപ്പ് ഓഫ് പാത്രം കാണുമല്ലോ. എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എങ്ങനെ ഉണ്ട് കേട്ടോ. അതിലെനിക്ക് കഴുകാൻ ഇച്ചിരി മടി വരുന്ന പാത്രങ്ങളിലൊന്നാണ് ഈ പുട്ടുകുറ്റി, അതുപോലെ കുക്കർ. ഇതിപ്പോൾ 1 കുറ്റിയെക്കാട്ടി കൂടുതൽ മാവുണ്ട്. ഇച്ചിരി മാവ് അധികം വന്നു, അതായത് 1 ഗ്ലാസ് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറ്റിയിൽ 1 ഗ്ലാസ് പുട്ടാട്ടോ കിട്ടുന്നത്. 1 ഗ്ലാസ് അല്ലല്ലോ, 1 കുറ്റി പുട്ടാണ് കിട്ടുന്നത്. ഇച്ചിരി ബാക്കി വരും. ഇത് ആവി വരട്ടെ. ആ സമയം കൊണ്ട് ഞാനൊന്ന് കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കട്ടെ, മൊത്തത്തിലൊന്ന് തുടച്ച് പറക്കി കഴുകിയെടുക്കട്ടെ. അപ്പോഴേക്കും ഇത് ആവി വരും, പെട്ടെന്ന് ആയിക്കോളുമല്ലോ. മുട്ടയാണ് ഇച്ചിരി താമസം എടുക്കുന്നത്. ക്ലീനിങ് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങിയാലോ.
പൊടിച്ചുകൊണ്ട് വന്ന കറിവേപ്പില. എൻ്റെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ്, ഐസ് കട്ട പിടിക്കുന്നു. അപ്പം അതിനകത്ത് ബീഫ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ 2-3 ദിവസമായിട്ട് ഓണാക്കി ഇടുന്നതാണ്. ഇന്ന് എന്തായാലും എല്ലാ ബീഫിനെയും ഞാൻ എടുത്ത് കറിയാക്കുന്നതാണ്. ഇത് ഓഫ് ചെയ്തിട്ടേക്കാണ്. കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടാലേ ബീഫിനെ പുറത്തെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കറിവേപ്പില ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഇത് ഇപ്പോൾ ഇന്നത്തേക്കേ വരുള്ളൂ. ഇച്ചിരി എടുത്തോളൂ. ബീഫിനും ഇന്ന് രാത്രി എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനും കൂടിയേ വരുള്ളൂ. മുകളിലൊരു അപ്പം മരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം കുളിക്കത്താണ്, 16 ചടങ്ങ് നടത്തില്ലേ, അതിൻ്റെ കത്താണ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. മുമ്പ് എപ്പോഴോ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ റേഷൻ കടയിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കുഞ്ഞായിരുന്ന സമയത്ത് റേഷൻ കട തന്നെയല്ലേ, റേഷൻ കടയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ അണ്ണൻ ഒരാൾ കുളി വന്ന് വിളിച്ച സമയത്ത് കുളിക്കത്ത് കൊടുത്തു. അപ്പോൾ അതിനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കീറിയിട്ട് അവിടെ സൈഡിൽ വെച്ചത് ഞാൻ കണ്ടു കേട്ടോ. അന്ന് മുതൽ അപ്പോൾ എൻ്റെ ഒരു വിചാരം ഇങ്ങനെ കത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കീറണം എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ സൈഡ് കീറിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അന്ന് ആ കുഞ്ഞിലെ കണ്ട ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടത്. ഏതോ ഒരെണ്ണം ഇങ്ങനെ കുളിക്കത്ത് കൊണ്ട് കൊടുത്തപ്പോൾ കിടക്കാനടുത്ത് ഇങ്ങനെ കീറി, മൊത്തത്തിലല്ല, ചെറുതായിട്ട് എൻ്റെ മുകൾ ഭാഗം കീറിയിട്ട് വെച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. കുടുവാട് ഇത് ഇവിടത്തെ അല്ല, കൊടുക്കാനുള്ളതാണ്, അത് നമുക്ക് കഴിച്ചേക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാട്ടോ. നിങ്ങൾ വേറെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ പോയിട്ട് പുട്ട്, പപ്പടം, പഞ്ചസാര, മുട്ട, ഇത്രയും സാധനങ്ങളും വിത്ത് ഒരു ബ്ലാക്ക് ടീയും കൂടി കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി ജോലികൾ നോക്കാം. മുട്ടയൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ. എന്നിട്ട് വന്നിട്ട് അടുത്ത ജോലിയിലോട്ട് കിടക്കാം. ബീഫ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരുപാട് സമയം എടുക്കും അതൊന്ന് ഐസ് പോയി വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഇത് കഴിക്കട്ടെ. അപ്പോൾ ഹാപ്പി ആയിട്ട് പുട്ടൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ചിരുന്ന് തയ്ക്കാമെന്നുള്ള കാര്യം. നമ്മൾ അടുക്കളപ്പണിയും വീട്ടു ജോലിയും മാത്രമായിട്ട് പോയാൽ പോരല്ലോ, ഏണിങ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു മാർഗവും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങും ഹെയർ അക്സസറീസും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചൊന്ന് തയ്ച്ചിട്ട് പോയിട്ട് ബാക്കി ജോലി ചെയ്യാമെന്ന്. കാരണം ബീഫ് ഒന്ന് ഐസൊക്കെ പോയി വരാനും ടൈം എടുക്കും. തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മെഷീൻ സിറ്റ് ഔട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് തയ്ക്കും കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് മഴയും കാറ്റും ഒക്കെ വന്നാൽ ഞാൻ പിന്നെ അധികം ഇവിടെ ഇരിക്കാറില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട്. ക്യാമറയിൽ അത്ര നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. തയ്ക്കാൻ വന്നതാട്ടോ. അപ്പോഴേക്കും നല്ല കാറ്റും മഴയും, അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഴയുണ്ട്, നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ തയ്യൽ ഇവിടെ നിർത്തുവാണ്. കാറ്റും മഴയൊക്കെ വന്ന് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ബീഫ് കുക്കിംഗ് പരിപാടി, പിന്നെ ഞാൻ ചതയ്ക്കലും ഒക്കെ, ഞാൻ സാധാരണ സവാളയൊന്നും അരിയാറില്ല കേട്ടോ. അതായത് ചിക്കൻ കറിയാണെങ്കിലും ബീഫ് കറിയൊക്കെ വെക്കുമ്പോഴും സവാളയും തൊലിച്ചിട്ട് സവാള അരിഞ്ഞെടുക്കാറില്ല. പകരം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുക്കും, ഒന്ന് ചതച്ചെടുക്കും, അതാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിരുന്ന് അരിഞ്ഞ് നമ്മൾ കരയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോയിട്ട് അന്ന് ചതച്ചെടുക്കട്ടെ. ജോലി കഴിഞ്ഞിട്ട് പതുക്കെ തയ്ക്കാം. ഇത് വൈകിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ നാളെ രാവിലെ കൊടുത്താലും മതി. അപ്പം നമുക്ക് അതൊന്ന് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അടുക്കളയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. സവാളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പൊളിച്ചെടുത്ത് അരിഞ്ഞെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കുറേ ആയിട്ട് അരിയാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല കേട്ടോ. കുറേ സമയം നമ്മുടെ വേസ്റ്റാവും, അതുപോലെ തന്നെ കുറേ കണ്ണീരും വേസ്റ്റാവും. അതിനെക്കാട്ടി നല്ലത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ കറി നല്ല കുഴഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കൊത്തിരി കഷ്ടപ്പാടുമില്ല. ഈ ഒരു പൊളിച്ചെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി ആണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചതയ്ക്കുമല്ലോ, അതേപോലെ തന്നെ സവാളയും കൂടി ചതച്ചാൽ മതി കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കേ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഐസൊക്കെ പോയി ഇതിൻ്റെ ഇടയിൽ ഞാനതൊക്കെ കട്ട് ചെയ്ത് പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സവാള പൊളിക്കുക, അരിയുക എന്നൊക്കെ പറയുന്നത്. അരിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലോ, പൊളിക്കാനും കൂടി എന്തെങ്കിലും കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ.
അപ്പോൾ അതേ ബീഫൊക്കെ ഇവിടെ സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയെല്ലാം ചടപടയും നമുക്ക് ഒതുക്കണം. അപ്പോൾ ഇതെല്ലാം എടുത്ത് കുക്കറിലിട്ട് ഫിസിൽ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ വഴറ്റിയ, അതായത് അരിഞ്ഞ ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റി എല്ലാം സെറ്റാക്കി. ഞാൻ 2 സംഭവങ്ങളാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ ഒന്ന് കറിയും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൈ മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതിനെക്കാട്ടി നല്ലത് നമുക്ക് 2 പാർട്ടായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രൈ ഫ്രൈ ആണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ദിവസം കേട്ടോ. ഇനി മഴയൊക്കെ ഒന്ന് മാറുമ്പോൾ ഞാൻ പോയിട്ട് ബാക്കി തയ്ക്കും. അപ്പോഴേക്കും പിള്ളേഴ്സൊക്കെ സ്കൂളിൽ നിന്ന് വരാനുള്ള ടൈമാവും. പിന്നെ ആസ് യൂഷ്വൽ അവരെ പുറകെയുള്ള ഫോട്ടോവും ബഹളങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ കുറച്ച് കഥകളുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.